വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ പുൽപ്പള്ളിയിൽ നടന്ന പ്രതിഷേധ അക്രമ സംഭവങ്ങളിൽ കേസെടുക്കാൻ പോലീസ് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചായിരിക്കും തീരുമാനമെടുക്കുക. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും വാഹനം ആക്രമിച്ചതിനും കേസെടുക്കും. ഒപ്പം മൃതദേഹം തടഞ്ഞതിനും പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞതിനും കേസെടുക്കും. പ്രതിഷേധത്തിൽ വനംവകുപ്പ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പാക്കം സ്വദേശി പോൾ കാട്ടാനാക്രമണത്തിൽ മരണപ്പെട്ടതോടെ വൻ ജനകീയ പ്രതിഷേധ സമരമാണ് പുൽപ്പള്ളിയിൽ നടന്നത്. നാട്ടുകാരുടെ പ്രതിഷേധ സമരത്തിനിടെ ഒരു വിഭാഗം ജനങ്ങൾ വനംവകുപ്പിന്റെ വാഹനം തകർത്തു. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകില്ലെന്ന് നാട്ടുകാർ തുടക്കത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നു. തുടർന്നാണ് പ്രതിഷേധക്കാർ വനംവകുപ്പിന് നേരെ തിരിഞ്ഞത്. പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീപ്പിന്റെ കാറ്റഴിച്ചു വിട്ട പ്രതിഷേധക്കാർ പടുത വലിച്ചു കീറി. ബോണറ്റിൽ വനമന്ത്രിക്ക് റീത്തും വെച്ചു. പോളിനെ ആശുപത്രിയിൽ എത്തിച്ചത് മുതൽ കൂടെ ഉണ്ടായിരുന്നത് ഇതേ ജീപ്പും വനപാലക സംഘവും ആയിരുന്നു. മൃതദേഹം ഏറ്റുവാങ്ങി കോഴിക്കോട് നിന്ന് ആംബുലൻസിനെ അനുഗമിച്ചെത്തിയ ജീവനക്കാരാണ് പുൽപ്പള്ളിയിൽ ആക്രമിക്കപ്പെട്ടത്. തുടർന്ന് കേണിച്ചിറയിൽ കടുവകൊന്ന കന്നുകാലിയുടെ ജഡം വനംവകുപ്പ് ജീപ്പിന്റെ മുകളിൽ വെച്ചുകെട്ടി പ്രതിഷേധം കനപ്പിച്ചു. 15:45 പോലീസിന് നേരെ കുപ്പിയേറുണ്ടായി. സമ്മേളനം വിട്ട പോലീസ് 2 തവണ ലാത്തി വീശി. ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും തമ്മിൽ നടന്ന ചർച്ചയിൽ തൃപ്തിയില്ലാത്ത നാട്ടുകാർ MLA-മാരായ ടി സിദ്ദീഖിനെതിരെയും IC ബാലകൃഷ്ണനെതിരെയും തിരിഞ്ഞു. ഇതും കയ്യാങ്കളിയിലേക്ക് വഴിവെച്ചു. പുൽപ്പള്ളിയിൽ അരങ്ങേറിയ അക്രമ സംഭവങ്ങളിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരിക്കും പോലീസ് കേസെടുക്കുക. നിരവധി കുറ്റങ്ങളാണ് പ്രതിഷേധക്കാർക്ക് നേരെ ചുമത്തുക. കൃത്യമായ പ്രതികളെ കണ്ടെത്തിയാകും അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. അമൃത ന്യൂസ്, വയനാട്.